ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും കേരളപ്പിറവിയുടെ ആശംസകൾ നേരുന്നു. ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം ഉണ്ടായിട്ട് 69 വർഷം പൂർത്തിയാകുകയാണ്. ഈ 69ാമത്തെ വർഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 1956 നവംബർ 1 കേരളം രൂപീകരിക്കപ്പെട്ടത്. പിന്നെന്താ, നമ്മുടെ മലയാള ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളെല്ലാം കൂടെ ഏകീകരിച്ചാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചത്. അപ്പം അതിൻ്റെ സംസ്കാരത്തിലും പൈതൃകത്തിലും നമുക്ക് അഭിമാനം കൊള്ളാം. വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ അനന്തചക്രവാളങ്ങളിലേക്ക് കടന്നു ചെന്ന് പ്രവർത്തിച്ചിരിക്കുകയാണ് നമ്മുടെ ആധുനിക തലമുറ. ഇനിയും ഈ യുവതലമുറയ്ക്ക് കേരളത്തിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പം ഇത്രയും കഴിഞ്ഞ ശേഷം ഞാൻ ഇന്ന് കേരളപ്പിറവിയുടെ ചെറിയൊരു ഇൻട്രഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോകാം. നമ്മൾ എടുത്തോണ്ടിരുന്നത് എന്തായിരുന്നു? ജീവശാസ്ത്രത്തിലെ ജീവിതശൈലി രോഗങ്ങളെ പറ്റിയായിരുന്നു. കുറേ രോഗങ്ങളെ പറ്റിയും അതിൻ്റെ പ്രതിവിധികളെ പറ്റിയും അതിൻ്റെ ചികിത്സാവിധികളെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എല്ലാവർക്കും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സംഭവത്തെ പറ്റിയാണ്. അതായത് PC ടെസ്റ്റുകളിൽ ഓരോ ദിനങ്ങൾ ചോദിക്കും, ഓരോ ദിനത്തിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിക്കും. അപ്പോൾ ഏത് ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് ചോദിക്കും. അപ്പോൾ ഈ ഡേറ്റും മാസവും തമ്മിൽ മാറിപ്പോകും. അത് നമുക്ക് എന്ത് ചെയ്യണം? മാറിപ്പോകാതെ കോഡ് ഉണ്ടാക്കി പഠിച്ചിരിക്കണം. ചിലപ്പോൾ ഈ കോഡ് പോലും മറന്നു പോകുന്നവരുണ്ട്. അതെന്താണ്? അത് മനസ്സിലാക്കണം. അതെന്താണ് ആ കോഡെന്ന് ഓർത്തിരിക്കാൻ നമുക്ക് പറ്റണം. നമുക്കങ്ങനെ ഒരു 18 പ്രധാന ആരോഗ്യ ദിനങ്ങളെ പറ്റി നോക്കാം. ആരോഗ്യവുമായി ബന്ധപ്പെട്ട ദിനങ്ങൾ മാത്രമാണെന്ന് പറയുന്നത്. 18 എണ്ണം ഉണ്ട്. നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്നാമത്തത് ലോക കുഷ്ഠരോഗ നിവാരണ ദിനം. എന്താണ് ലോക കുഷ്ഠരോഗ നിവാരണ ദിനം? അത് ജനുവരി 30 ആചരിക്കുന്നത്. എത്രയ്ക്കാണ്? ജനുവരി 30. അപ്പം നമുക്ക് ഇങ്ങനെ ആലോചിച്ച് വെക്കാം. കുഷ്ഠം വന്ന ജാനുവിന് 30 വയസ്സായിരുന്നു. എങ്ങനെയാണ്? കുഷ്ഠം വന്ന ജാനുവിന് 30 വയസ്സായിരുന്നു. ജാനു എന്ന് ഓർക്കുമ്പം എന്തെന്ന് ഓർക്കണം? ജനുവരി ഓർക്കണം. 30 വയസ്സായിരുന്നു. 30 ജനുവരി 30 കുഷ്ഠം വന്ന ജാനു എന്ന് പറയുമ്പം കുഷ്ഠരോഗ നിവാരണ ദിനം. അപ്പൊ ഒന്നുകൂടെ കോഡ് ഓർക്കുക. കുഷ്ഠം വന്ന ജാനുവിന് 30 വയസ്സായിരുന്നു. ജനുവരി 30 കുഷ്ഠരോഗ നിവാരണ ദിനം. അപ്പോൾ ഒരു ദിനം നമ്മൾ പഠിച്ചു. ഇനി നമ്മളിത് ജന്മത്ത് മറക്കുകയില്ല. ഇനി അടുത്തത് ലോക ക്യാൻസർ ദിനം. എന്നാണ്? ഫെബ്രുവരി 4. എന്നാണ്? ഫെബ്രുവരി 4. അപ്പം ഈ ക്യാൻസർ ദിനം എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും? ഫെബിന ക്യാൻ ഫോർബിൾ. എന്താണ്? ഫെബിന ക്യാൻ ഫോർബിൾ. ഫെബിനയ്ക്ക് 4 നിൽക്കാൻ സാധിക്കുമെന്ന് ഓർക്കുക. ഫെബിന ഒരു പേരാണ്. ക്യാൻ കഴിയും, ഫോർബിൾ 4 അങ്ങനെ ഓർക്കുക. ഫെബിന ക്യാൻ ഫോർബിൾ. ഫെബിന ക്യാൻ ഫോർബിൾ. അപ്പൊ ഫെബിന എന്നുള്ളത് ഫെബ്രുവരി, ക്യാൻ എന്നുള്ളത് ക്യാൻസർ, ഫോർബിൾ എന്നുള്ളത് 4. അപ്പൊ ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. 2 എണ്ണം പഠിച്ചു. ലോക കുഷ്ഠരോഗ നിവാരണ ദിനം പഠിച്ചു. പിന്നെ ലോക ക്യാൻസർ ദിനവും പഠിച്ചു. അടുത്തത് ലോക ക്ഷയരോഗ ദിനം. ലോക ക്ഷയരോഗ ദിനം എന്നാണ്? മാർച്ച് 24. എന്നാണ്? മാർച്ച് 24. അത് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. മർക്കോസിന് ക്ഷയരോഗം വന്നിട്ട് 24 ദിവസമായി. മർക്കോസിന് ക്ഷയരോഗം വന്നിട്ട് എത്ര ദിവസമായി? 24 ദിവസമായി. അപ്പൊ അത് ഡയറക്റ്റ് ആണ്. മർക്കോസ് എന്ന് ഓർക്കുമ്പം മാർച്ച് ഓർക്കുക. ക്ഷയരോഗം അത് തന്നെ. എത്ര ദിവസമായി എന്ന് പറയുന്നു? 24 ദിവസമായി എന്ന് പറയുന്നു. അപ്പം 24-ാം തീയതി എന്നും കിട്ടണം. ഒന്നുകൂടെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. കുഷ്ഠം വന്ന ജാനുവിന് 30 വയസ്സായിരുന്നു. ലോക കുഷ്ഠരോഗ നിവാരണ ദിനം ജനുവരി 30. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ഫെബിന ക്യാൻ ഫോർബിൾ. അടുത്തത് ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. മർക്കോസിന് ക്ഷയരോഗം വന്നിട്ട് 24 ദിവസമായി. അടുത്തത് ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. എന്താണ്? ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. 7 വയസ്സുകാരൻ അപ്രിക് എന്നുള്ളത് ഒരു പേരായിട്ട് ഓർക്കുക. അല്ലെങ്കിൽ അപ്പൂസ് എന്നോ അപ്രിക് എന്ന് ഓർത്താൽ പെട്ടെന്ന് കിട്ടും. അപ്പം 7 വയസ്സുകാരൻ അപ്രിക്ക് ആരോഗ്യമില്ല. 7 വയസ്സുള്ള കൊച്ചാണ് അപ്രിക്ക് ആരോഗ്യമില്ല എന്നോർത്താൽ എന്ത് കിട്ടും? അപ്രിക്ക് എന്നുള്ളത് ഏപ്രിലായിട്ട് കണക്കാക്കുക. 7 വയസ്സുകാരൻ 7-ാം തീയതി. ആരോഗ്യമില്ല എന്നുള്ളത് ആരോഗ്യ ദിനമായിട്ടും എന്ത് ചെയ്യുക?
സങ്കല്പിക്കുക. അപ്പൊ എന്താണ്? 7 വയസ്സുകാരനായ അപ്രിക്ക് ആരോഗ്യമില്ല. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. അടുത്തത് ലോക ഹീമോഫീലിയ ദിനം. ലോക ഹീമോഫീലിയ ദിനവും ഏപ്രിലിൽ തന്നെയാണ്, പക്ഷെ 17 ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. അപ്പം ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. അത് അതിന് കോഡ് വേണോ? കാരണം അത് ഇതുമായിട്ട് കണക്ട് ചെയ്യുക അല്ലെ. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനവും ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ തന്നെ 17. അതങ്ങനെ കണക്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. അല്ലാതെ ഇനി കോഡ് വേണ്ടവർക്ക് ഞാനൊരു കോഡ് പറഞ്ഞുതരാം. ഹേമയ്ക്ക് 17 പ്രാവശ്യം ഹീമോഫീലിയ വന്നു. ഹേമയ്ക്ക് എത്ര പ്രാവശ്യമാണ് വന്നത്? ഹീമോഫീലിയ 17 പ്രാവശ്യം വന്നു. അപ്പൊ ഹീമോഫീലിയ ഡയറക്റ്റ് ആണ്. 17 പ്രാവശ്യം വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് 17-ാം തീയതി എന്ന് ഓർക്കുക. പിന്നെ ഏപ്രിലാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതിനെ കഴിഞ്ഞ് നല്ലത് എന്താണ്? ലോക ആരോഗ്യ ദിനവും ലോക ഹീമോഫീലിയ ദിനവും തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടും ഏപ്രിലാണ്. ആദ്യം ആരോഗ്യ ദിനം 7-ാം തീയതി, രണ്ടാമത് 17-ാം തീയതി. അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇനി ലോക പുകയില വിരുദ്ധ ദിനം. ലോക പുകയില വിരുദ്ധ ദിനമൊക്കെ PSC ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. മെയ് 31. അതിന് നമുക്കൊരു കോഡ് ഉണ്ടാക്കാം. ഭർത്താവ് പുകയില ചവച്ചപ്പോൾ 31-കാരിയായ മേരിക്കുട്ടി ചീത്ത പറഞ്ഞു. ഇത്രയും ഓർത്തിരിക്കുക. എന്താണ്? ഭർത്താവ് പുകയില ചവച്ചപ്പോൾ 31-കാരിയായ മേരിക്കുട്ടി ചീത്ത പറഞ്ഞു. അപ്പം 31 എന്നുള്ളത് 31-ാം തീയതി എന്ന് കിട്ടി. മേരിക്കുട്ടി എന്ന് ഓർക്കുമ്പോ എന്താണ്? മെയ് എന്ന് ഓർക്കുക. പിന്നെ പുകയില വിരുദ്ധ ദിനം. ഭർത്താവ് പുകയില ചവച്ചപ്പോൾ എന്നുള്ളത് പുകയില വിരുദ്ധ ദിനമായി അത് ഓർക്കുക. അപ്പം ചീത്ത പറയുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു വിരുദ്ധമായിട്ടുള്ള പരിപാടിയല്ലേ. അപ്പൊ അത് അങ്ങനെയും കണക്ട് ചെയ്യുക. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. ഭർത്താവ് പുകയില ചവച്ചപ്പോൾ 31-കാരിയായ മേരിക്കുട്ടി ചീത്ത പറഞ്ഞു. അടുത്തത് ലോക രക്തദാന ദിനം. ലോക രക്തദാന ദിനം എന്നാണ്? ജൂൺ 14. എന്നാണ്? ജൂൺ 14. ജൂണിനെ ജൂണ എന്നുള്ളൊരു പെൺകുട്ടിയുടെ പേരായിട്ട് ഓർക്കുക. ജൂണയ്ക്ക് രക്തം നൽകാൻ 14 പേര് തയ്യാറായി. എത്ര പേര് തയ്യാറായി? 14 പേര് തയ്യാറായി. അപ്പൊ ജൂണയ്ക്ക് രക്തം നൽകാൻ 14 പേര് തയ്യാറായി എന്ന് ഓർത്താൽ ജൂൺ 14-ാം തീയതി രക്തദാന ദിനം എന്ന് ഓർത്തിരിക്കാൻ സാധിക്കും. അടുത്തത് ദേശീയ ഡോക്ടേഴ്സ് ദിനം. എന്താണ്? ദേശീയ ഡോക്ടേഴ്സ് ദിനം ജൂലൈ 1. എന്നാണ്? ജൂലൈ 1. ജൂലി MBBS ഫസ്റ്റ് റാങ്കോടെ പാസ്സായി എന്ന് ഓർക്കുക. ജൂലി MBBS ഫസ്റ്റ് റാങ്കോടെ പാസ്സായി. നല്ല കോഡല്ലേ? ജൂലി എന്ന് ഓർക്കുമ്പം ജൂലൈ, MBBS എന്ന് ഓർക്കുമ്പം ഡോക്ടർ, ഫസ്റ്റ് റാങ്ക് എന്ന് ഓർക്കുമ്പം 1-ാം തീയതി. അപ്പൊ ലോക ഡോക്ടേഴ്സ് ഡേ എന്നാണ്? വേൾഡ് ഡോക്ടേഴ്സ് ഡേ എന്നാണ്? ജൂലൈ 1, ജൂലൈ 1-ാം തീയതി. ഇനി അടുത്തത് ലോക ജനസംഖ്യാ ദിനം. അതും ജൂലൈയിൽ തന്നെയാണ്. ജൂലൈ 11. അങ്ങനെ ഓർക്കുക. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. നമ്മൾ ഇതുപോലെ തന്നെ ഒരെണ്ണം പഠിച്ചായിരുന്നു. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. അതുപോലെ തന്നെയാണ് ദേശീയ ഡോക്ടേഴ്സ് ദിനം എത്രയാണ്? ജൂലൈ 1. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അടുത്തത് അൽഷിമേഴ്സ് ദിനം. അൽഷിമേഴ്സ് ദിനം ചോദിച്ചിട്ടുണ്ട്. എന്നാണ്? സെപ്റ്റംബർ 21. എന്നാണ്? സെപ്റ്റംബർ 21. ഇപ്പം 21-കാരിയായ മേഴ്സിക്ക് അൽഷിമേഴ്സ് വന്നു എന്ന് ഓർക്കുക. 21-കാരിയായ മേഴ്സിക്ക് അൽഷിമേഴ്സ് വന്നു. അപ്പം അൽഷിമേഴ്സ് വന്നു. അപ്പം മേഴ്സിക്ക് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അൽഷിമേഴ്സിന്റെ മേഴ്സ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ 21-കാരിയായ മേഴ്സിക്ക് എന്താണ് വന്നത്? അൽഷിമേഴ്സ് വന്നു. അപ്പൊ അൽഷിമേഴ്സ് ദിനം എന്നാണ്? സെപ്റ്റംബർ 21. അപ്പൊ അവിടെ സെപ്റ്റംബർ വരുന്നില്ല അല്ലെ. സെപ്റ്റംബർ എന്നും കൂടെ കണക്ട് ചെയ്യണം. അത് എങ്ങനെയും കണക്ട് ചെയ്യുക. ഇത് ഓർത്തിരിക്കുക. 21-കാരിയായ മേഴ്സിക്ക് അൽഷിമേഴ്സ് വന്നു എന്ന് ഓർത്തിരിക്കുക. അപ്പൊ 21 കിട്ടും. ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. സെപ്റ്റംബറിൽ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നോക്കാം. റാബീസ് ദിനം അത് സെപ്റ്റംബർ 28. ഇത് സെപ്റ്റംബർ 21. റാബീസ് ദിനം എന്താണ്? സെപ്റ്റംബർ 28. റാബീസ് എന്താണ്? പേപ്പട്ടി വിഷബാധയ്ക്കുള്ള വാക്സിൻ എടുക്കുന്ന അല്ലെങ്കിൽ ആ ദിവസമാണ് നമ്മൾ റാബീസ് വാക്സിൻ എന്ന് പറയില്ലേ, അത് തന്നെ. അപ്പൊ റാബീസ് ദിനമായിട്ട്
വെക്കുന്നത് ഏതാണ്? സെപ്റ്റംബർ 28. സെപ്റ്റംബർ 28. അപ്പൊ അൽഷിമേഴ്സ് ദിനം എന്നാണ്? സെപ്റ്റംബർ 21. റാബീസ് ഡേ എന്നാണ്? സെപ്റ്റംബർ 28. അപ്പൊ 2 സെപ്റ്റംബർ വന്നു, 21ഉം 28ഉം. അതങ്ങനെ കണക്ട് ചെയ്യുക. പിന്നെ ഇനി റാബീസ് ദിനത്തിനൊരു കോഡ് പറഞ്ഞു തരാം. ഇതുപോലെ തന്നെയാണ്. റാബിക്ക് അല്ലേ, റാബിക്ക് പേപ്പട്ടി കടിച്ചത് കൊണ്ട് 28 സ്റ്റിച്ച് എന്ന് ഓർത്തുങ്ങ വെച്ചോളൂ. റാബി ഒരു വ്യക്തിയായിട്ട് കണക്കാക്കുക. റാബിക്ക് പേപ്പട്ടി കടിച്ചുകൊണ്ട് എത്ര സ്റ്റിച്ചാണ്? 28 സ്റ്റിച്ച് എന്ന് ഓർത്ത് വെച്ചാലും മതി. സെപ്റ്റംബർ 28 റാബീസ് ദിനമെന്ന് ഓർത്ത് വെക്കാൻ. സെപ്റ്റംബറിൽ 2 എണ്ണം ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. പിന്നെ എന്തോർക്കുക? സെപ്റ്റംബർ 28 ഓർക്കാൻ വേണ്ടി റാബിക്ക് പേപ്പട്ടി കടിച്ചുകൊണ്ട് 28 സ്റ്റിച്ച് എന്നും ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ 11 ദിനങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ കോഡും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ വാക്യം കൂടെ വേഗത്തിലൊന്ന് നോക്കാം. ലോക മാനസിക ആരോഗ്യ ദിനം ഒക്ടോബർ 16 ലോക മാനസിക ആരോഗ്യ ദിനം ഒക്ടോബർ 16. അതിന്റെ കൂടെ തന്നെ ഒരെണ്ണോടെ പറയാം. ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ 1. എത്രയാ? ഒക്ടോബർ 1. അപ്പൊ ഞാൻ ഇതിന് 2 കൂടെ കൂട്ടി ഒരു കോഡ് പറഞ്ഞുതരാം. ഈ 2 ഒക്ടോബറിൽ തന്നെയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു കോഡ് പറയാം. അതായത് ഒക്ടോപ്പസ് ഇല്ലേ, ഒക്ടോപ്പസ് എന്താണ്? വ്യാളി എന്ന് പറയുന്ന ഒരു മൃഗം, കടലിനടിയിലൊക്കെ ഉള്ളൊരു മൃഗം, ഒക്ടോപ്പസ്. അത് പറയുന്നതായിട്ടാണ് ഞാൻ പറയുന്നത്. മനസ്സിന് ആരോഗ്യമില്ലാതെ ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല. മനസ്സിന് ആരോഗ്യമില്ലാതെ ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ആരാ പറയുന്നത്? ഒക്ടോപ്പസാ പറയുന്നത്. അപ്പൊ ഒക്ടോപ്പസിന്റെ ഒക്ടെന്ന് ഓർക്കുക. മനസ്സിന് ആരോഗ്യമില്ലാതെ ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല. അപ്പൊ മാനസിക ആരോഗ്യ ദിനവും ഭക്ഷ്യദിനവും അവിടെ വന്നു. ഇനി എനിക്ക് 16-നും 1-നും വ്രതമാണ്. 16-നും 1-നും വ്രതമാണ്. അപ്പം 16-ാം തീയതിയാണ് ലോക മാനസികാരോഗ്യ ദിനം. 1-ാം തീയതിയാണ് ലോക ഭക്ഷ്യദിനം. ഒന്നുകൂടെ പറയാം. ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ 16, ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 24. ഒക്ടോബർ 16. ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ 16, ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 1. 16-ഉം 1-ഉം. അപ്പൊ എനിക്ക് 16-നും 1-നും വ്രതമാണെന്ന് ഓർത്തു വെക്കുക. എന്നൊക്കെയാ വ്രതം? 16-നും 1-നും വ്രതമാണ്. ഇനി മനസ്സിന് ആരോഗ്യമില്ലാതെ ഭക്ഷണം കഴിച്ചിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും കാര്യമില്ലെന്നാണ് ആര് പറയുന്നത്? ഒക്ടോപ്പസ് പറയുന്നത്. അപ്പൊ ഒക്ടോബറിൽ ലോക മാനസികാരോഗ്യ ദിനവും ഭക്ഷ്യദിനവും വരുന്നുണ്ട്. പിന്നെ ആ ഡേറ്റ് ഓർത്തിരിക്കുക. 16-നും 1-നും എനിക്ക് വ്രതമാണ്. അപ്പം 13 എണ്ണം പിന്നിട്ടിരിക്കുകയാണ്. അടുത്തത് 14-മത്തേത് ലോക പോളിയോ ദിനം ഒക്ടോബർ 24. ഒക്ടോബർ 24 അതെങ്ങനെയാണെന്ന് നോക്കാം. ഒക്ടോബറിൽ ജനിച്ച കുട്ടികൾക്കെല്ലാം 24-ാം തീയതി പോളിയോ കൊടുക്കണമെന്ന് അനൗൺസ് ചെയ്തു. ഇപ്പോഴത്തെ കാലത്തൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. പണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ കുട്ടികൾക്ക് പോളിയോ കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ട് ജീപ്പിൽ കൂടി അനൗൺസ് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു അല്ലേ. അപ്പൊ ആ ഒരു ഓർമ്മയ്ക്ക് ഞാൻ ഇട്ട കോഡാണത്. ഒക്ടോബറിൽ ജനിച്ച കുട്ടികൾക്കെല്ലാം 24-ാം തീയതി പോളിയോ കൊടുക്കണമെന്ന് അനൗൺസ് ചെയ്തു. അപ്പൊ ഒക്ടോബർ കിട്ടി. പോളിയോ കൊടുക്കണം എന്ന് പറയുമ്പോൾ പോളിയോ ദിനമെന്നും കിട്ടി. 24-ാം തീയതി കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ 24-ാം തീയതിയാണ് ലോക പോളിയോ ദിനമെന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്തത് ലോക പ്രമേഹ ദിനമാണ്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ, നവംബർ 14 ലോക പ്രമേഹ ദിനം. അതെന്തുമായിട്ട് കണക്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്? ഇപ്പൊ ശിശുക്കൾക്കൊക്കെ ശിശുദിനം നവംബർ 14, അന്ന് തന്നെ ലോക പ്രമേഹ ദിനവും. കുട്ടികൾക്കൊക്കെ ഡയബറ്റിസ് വരുന്നതുകൊണ്ട് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ലോക പ്രമേഹ ദിനം ടൈപ്പ് 1 കുട്ടികളിൽ വരുന്നത് കൊണ്ട് ലോക പ്രമേഹ ദിനം ശിശുദിനവും കൂടെ ആയ നവംബർ 14-ാം തീയതിയാണ് വരുന്നതെന്ന് കണക്ട് ചെയ്യുക. അടുത്തത് ലോക എയ്ഡ്സ് ദിനമാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ലോക എയ്ഡ്സ് ദിനം എന്നാണ് ആചരിക്കുന്നത്? ഡിസംബർ 1-നാണ് അത് ആചരിക്കുന്നത്. ഡിസംബറിൽ ഡെഫിഷ്യൻസി കണ്ടുപിടിച്ചു എന്ന് ഓർക്കുക. ഡിസംബറിൽ എന്ത് കണ്ടുപിടിച്ചു? ഡെഫിഷ്യൻസി. എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്താണ്? അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ്. അതിന് കാരണമായ വൈറസ് ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ആണ്. അപ്പം ഈ ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1-നാണ്. ഡിസംബറിൽ ഡെഫിഷ്യൻസി കണ്ടുപിടിച്ചു എന്ന് ഓർത്ത് വെച്ചാൽ
എയ്ഡ്സിന്റെ ഡെഫിഷ്യൻസിയും ഡിസംബർ എന്നുള്ളതും കൂടെ കണക്ട് ചെയ്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഡിസംബറിൽ ഡെഫിഷ്യൻസി കണ്ടുപിടിച്ചു. ഇനി അവശേഷിക്കുന്നത് 2 എണ്ണം മാത്രമാണ്. ലോക കാഴ്ച ദിനം. ലോക കാഴ്ച ദിനം എല്ലാ വർഷവും ഒക്ടോബറിലെ 2ാമത്തെ വ്യാഴാഴ്ച. എല്ലാ വർഷവും ഒക്ടോബറിലെ 2ാമത്തെ വ്യാഴാഴ്ച എന്താണ്? ലോക കാഴ്ച ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പം ഈ കാഴ്ച എന്ന് പറയുമ്പം കാഴ്ച ഇതുമായിട്ട് പഠിക്കുന്ന ആ ശാഖയുടെ പേരെന്താണ്? ഒപ്റ്റോമെട്രി ആണ് അല്ലെ? ഒപ്റ്റോമെട്രി. അപ്പം ഒപ്റ്റോമെട്രിയില് ഒപ്റ്റോ എടുക്കുക. ഒക്ടോബർ എന്ന് പറയുമ്പോൾ ഒക്ട് എന്ന് എടുക്കുക. OCT. ഒക്ട് എന്ന് ഓർത്ത് വെക്കുക. എങ്ങനെ ഓർത്ത് വെക്കണം? ഒക്ട്. അപ്പൊ എന്താണ്? കാഴ്ച ദിനവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും ഒക്ടോബറിലെ 2ാമത്തെ വ്യാഴാഴ്ച ഇത് കാഴ്ച ദിനമായി ആചരിക്കുന്നു എന്ന് നമുക്ക് കിട്ടും. കാഴ്ച എന്ന് പറയുമ്പോഴേ ഒപ്റ്റോമെട്രി എന്ന് ഓർക്കുക, ഓർക്കുക. ഒക്ടോബറിൽ ആചരിക്കുന്നു. അപ്പം ഒപ്റ്റോമെട്രി ഒക്ടോബറിന് കിട്ടുന്നു. ലോക വൃക്ക ദിനം മാർച്ചിലെ 2ാമത്തെ വ്യാഴാഴ്ച. ഇതിന് തമ്മിൽ മാറിപ്പോവരുത്. മാർച്ചിലെ 2ാമത്തെ വ്യാഴാഴ്ച ലോക വൃക്ക ദിനവും ലോക കാഴ്ച ദിനം എല്ലാ വർഷവും ഒക്ടോബറിലെ 2ാമത്തെ വ്യാഴാഴ്ചയും ആണ്. അപ്പം വൃക്ക മാർക്ക് എന്നോർത്ത് വെക്കുക. എന്തെന്നോർത്ത് വെക്കണം? വൃക്ക മാർക്ക്. അപ്പം വൃക്ക ദിനം മാർക്ക് എന്ന് വെച്ചാൽ വൃക്ക മാർച്ചിൽ ആചരിക്കുന്നു എന്ന് കിട്ടും. പിന്നെ 2നും വ്യാഴാഴ്ച കോമൺ ആണ്, അത് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ 18 ആരോഗ്യ ദിനങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇതിന്റെ കോഡൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി യൂസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് നല്ല കോഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഫോളോ ചെയ്യുക. പിന്നെ ഇത് ഞാൻ ഓർഡറിലാണ് പറഞ്ഞിരിക്കുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ അങ്ങനെ ഓരോ ഓർഡറിലാക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയും കണക്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും കണക്ട് ചെയ്യാം. എങ്ങനെ കണക്ട് ചെയ്താലും ഡേറ്റ് ഒക്കെ മാറിപ്പോകുന്നവർക്ക് കോഡ് പഠിച്ചിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഇന്ന് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. 18 പ്രധാന ആരോഗ്യ ദിനങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്നും നോട്ട്സ് എഴുതുന്നുണ്ടെന്നും വിശ്വസിക്കുന്നു. ഇപ്പോഴേ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. എല്ലാവരും അപ്ലൈ ചെയ്യുക. നോട്ട്സ് അല്ലാതെയും റെഫർ ചെയ്യുക, ഇതും നോക്കുക. അപ്പം ഓൾ ദ ബെസ്റ്റ് വരുന്ന പരീക്ഷകൾക്കെല്ലാം. ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.